പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒക്ടോബർ 16 ഇന്ന് കത്തോലിക്ക സഭ നമുക്കെല്ലാവർക്കും സുപരിചിതയായ ഒരു വിശുദ്ധയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്. ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധയാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ ഈശോ എന്ന ഭക്തി നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ ഈ വിശുദ്ധയാണ് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചത്. അത് നമ്മളിപ്പോൾ ബൈബിളിൽ ചിലപ്പോൾ കാണണമെന്നില്ല. നമ്മുടെ വിശ്വാസ നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സോഴ്സ് ബൈബിളാണ്. പിന്നെ സഭയുടെ പാരമ്പര്യങ്ങൾ, മൂന്നാമത്തേത് സഭയുടെ പ്രബോധനങ്ങൾ, നാലാമത്തേത് നമുക്ക് പറയാവുന്നത് വിശുദ്ധർക്ക് ഈശോ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ദിവ്യ രഹസ്യങ്ങൾ. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വിശ്വാസം കൊണ്ടു നടക്കുന്നത്. ഇതിൽ വെള്ളം ചേർക്കാനും പാടില്ല, ഇതിലൊന്നും വിട്ടുകളയാനും പാടില്ല. നമുക്കതുകൊണ്ട് ഈ ഭക്തി നമ്മുടെ കേരളത്തിൻ്റെ ഒരു പുണ്യമാണ്. തിരുഹൃദയ പ്രതിഷ്ഠ, തിരുഹൃദയ ഭക്തി, 12 വാഗ്ദാനങ്ങൾ മർഗരീത്ത മറിയത്തിന് ഈശോ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ 9ാമത്തെ വാഗ്ദാനം, എൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിൽ ഞാൻ പ്രത്യേക ആശീർവാദം ചൊരിയും. 12ാമത്തെ വാഗ്ദാനം, 9 മാസാദ്യ വെള്ളിയാഴ്ച കുമ്പസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചാൽ അവസാന വിനാഴികയിൽ മരണത്തിലേക്ക്, നരകത്തിലേക്ക് തള്ളപ്പെടുകയില്ല. ദൈവം ഉപേക്ഷിച്ച് കളയല ആത്മാവിനെ. അങ്ങനെ 12 വാഗ്ദാനങ്ങൾ നമുക്ക് ഇതൊക്കെ സ്വീകരിക്കാം. നമ്മുടെ ഒരു വീട്ടിൽ ഒരു തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഈശോയെ വിളിച്ച് വരുത്തി വെച്ചിരിക്കുക. ഈശോയെ വിളിച്ചവിടെ ഇരുത്തിയേക്കാം. എന്നിട്ട് പ്രതിഷ്ഠിച്ച്, ഈശോ അവിടെ ഇരിക്കുക, എൻ്റെ വീട്ടിലിരിക്കുക, എന്നെ നയിക്കുക, എൻ്റെ ഭവനത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പലരും ഒന്നും ആ മുഖത്തേക്ക് നോക്കാറ് പോലുമില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറ് പോലുമില്ല. ഇതിനൊക്കെ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ഈ വിശുദ്ധ തുടങ്ങി വെച്ച തിരുഹൃദയ ഭക്തി അത് തുടർന്ന് സഭയിൽ പ്രചരിപ്പിക്കാൻ നമുക്ക് കടമയുണ്ട്. ആ ഒരു വാഗ്ദാനം അത് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ദൈവത്തോട് വാക്ക് കൊടുക്കാം. അത് പാലിക്കാനുള്ള മനസ്സ് നമുക്ക് സ്വീകരിക്കാം. അതിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിനെ അങ്ങ് പരിപൂർണയാക്കിയ ചൈതന്യം ഞങ്ങളുടെ മേലും ചൊരിയണമേ. അങ്ങനെ സർവജ്ഞാനത്തിനും അതീതനായ ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാൻ ഞങ്ങൾ പ്രാപ്തരാകുകയും അങ്ങേ സമ്പൂർണതയാ ഞങ്ങൾ പൂരിതരാകുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെയല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വിശ്വാസം കൂടാതെ യേശുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാക്കുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ വൻപ് പറച്ചിൽ എവിടെ? അതിന് സ്ഥാനമില്ലാതായിരിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലോ? അല്ല, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ദൈവം യഹൂദരുടേതു മാത്രമാണോ? വിജാതിയരുടേതാണോ? അതെ, അവിടുന്ന് വിജാതിയരുടേതും ദൈവമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദിയും. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാനാകും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട്
ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്. കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രയേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്. കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുളി ചെയ്തു, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എന്തെന്നാൽ അവർ അവരെ കൊന്നു, നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്, ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യ വെച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ള പ്രവാചകന്മാരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അതെ, ഞാൻ പറയുന്നു, ഈ തലമുറയോട് അത് ആവശ്യപ്പെടും. നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും ഫരിസേയരും കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഈ 3 ദിവസമായി ഈശോ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം കൂടിയാണ് ഈശോ ഈ ഫരിസേയരോട്, ഫരിസേയരേ, നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുക. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈശോ ഇത്ര കണ്ടിങ്ങനെ വഴക്ക് പറയുന്നത്? ഈശോ ഒരു പിശാച് ബാധിച്ച് ഒരുവനെ സുഖപ്പെടുത്തിയ സംഭവമാണ് ഇതിനെല്ലാം കാരണം. അത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. അവിടെ ആ ഊമൻ, പിശാച് ബാധിച്ച ഊമൻ, പിശാച് ബാധ വിട്ടുപോയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കുറേ പേർക്ക് അത്ഭുതം ഉണ്ടായി. എന്തൊരു വലിയ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, ദൈവം ഇറങ്ങി വന്ന സംഭവം. അത് കുറേ പേർക്ക് അത്ഭുതം ഉണ്ടായി. എന്നാൽ 2 തരത്തിലുള്ള വാദമുണ്ടായി. ഈശോയെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവർ. നമ്മളിപ്പോൾ അമ്മ നല്ല നല്ല കഷ്ടപ്പെട്ടൊരു ഭക്ഷണം പാചകം ചെയ്തപ്പോൾ എന്തിനുമുള്ള ഉപ്പില്ല എന്നൊക്കെ പറയുന്ന കണക്ക് കുറ്റം കണ്ടുപിടിക്കുന്നത് പോലെ ഈശോ ചെയ്ത ഈ അത്ഭുതത്തിന് അവർ കുറ്റം കണ്ടുപിടിച്ചു. ഒന്നാമത്തെ കുറ്റം അവർ പറയുന്നത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ അത് ചെയ്തത് എന്ന്. രണ്ടാമത്തെ കുറ്റമല്ല, അവർ അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അവർ പറയാണ്, ഇതുപോലെ ഞങ്ങൾക്ക് അടയാളം കാണിക്കണം, അടയാളം വേണം, നീ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് അടയാളം വേണം. ഈ പിശാചുബാധൻ, അവൻ ഊമൻ, അവൻ സംസാരിച്ചത് പോരാ, അവർക്ക് വേറെ അടയാളം വേണം. അപ്പോൾ അതിനെല്ലാം ഈശോ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ ഇത് ദൈവകരം കൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. നിങ്ങളത് വിശ്വസിക്കുന്നില്ല എങ്കിൽ, അപ്പോൾ അശുദ്ധാത്മാക്കളെ ശാസിച്ച് സുഖപ്പെടുത്തിയ സംഭവം അത് പറയുമ്പോൾ എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു.
അപ്പോൾ ഈശോ ചെയ്തൊരു കാര്യത്തെ അവർ അംഗീകരിച്ചില്ല. പിന്നീട് ഈശോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറയും, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവ. അത് ഒരു ആശ്വാസം നൽകിയ ഒരു വാക്കാണ്. ഈശോയുടെ കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞ പോലെ. അതിനുശേഷം ഈശോ ഈ അടയാളം ചോദിച്ചതിന് മറുപടി പറയും, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷമാണ് ലൂക്കായുടെ 11-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ അത് 53 വരെ ഈ ഫരിസയരെ അവരെ ശാസിക്കുന്ന സംഭവങ്ങളാണ്. അതിന് കാരണം അവർ തന്നെ. അവർ ഈശോയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലൊരാൾ അവരിങ്ങനെ ആലോചന കൂടി, എടാ നീ ചെന്ന് നമുക്ക് അവനിട്ടൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈശോയെ അവർ മെനഞ്ഞൊരു തന്ത്രമാണ്, നീ പോയി ഈശോയെ വീട്ടിൽ വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ അത് പിടിച്ച് പൊക്കണം ഇവനെ ഈശോയെ. അങ്ങനെ പറഞ്ഞ് ഈ ഫരിസയൻ ഈശോയെ ഭക്ഷണത്തിന് വിളിച്ചു. എന്തൊരു സ്നേഹം, വാ ഈശോയെ ഭക്ഷണത്തിന് വാ എന്ന് പറഞ്ഞ് ഭക്ഷണത്തിന് വിളിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ ഈശോയ്ക്കറിയാം, പന്തികേട് ഈശോയ്ക്ക് മനസ്സിലായി. ഈശോ മനഃപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ചത്. കാരണം ഈശോയ്ക്ക് കുറച്ച് വർത്തമാനങ്ങൾ പറയാനുണ്ട്. അവർ പണി എരന്ന് മേടിച്ചതാണ്. അതിലിടക്ക് ഇന്നലത്തെ സുവിശേഷ ഭാഗത്തിൽ 45-ാമത്തെ വാക്യമെത്തുമ്പോൾ ലൂക്ക 11:45 നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരോ, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്തത്. അതായത് ഈശോ പറയുന്നതൊക്കെ കൊള്ളുന്നുണ്ട്, നല്ല ശരമെയ്യുന്നതാണൊക്കെ ഈശോ അങ്ങോട്ട് എയ്യാണ്, അതങ്ങോട്ട് കുറിക്ക് കൊള്ളുന്നുണ്ട്. അത് കേട്ടിട്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. അപ്പം ഈശോ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കൈ കഴുകിയില്ല. അതാ പ്രശ്നം, കൈ കഴുകിയില്ല. അപ്പോൾ കൈ കഴുകാത്തത് അത് എടുത്തിട്ട് പൊക്കി. അപ്പോൾ ഈശോ, നിങ്ങൾ ഈ കൈ കഴുകുന്നതിനെ കുറിച്ച് എന്തിനാ പറയുക, അകം വൃത്തിയാക്കൂ, ആദ്യം അകം വൃത്തിയാക്കൂ. ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ 3 ദിവസമായി ഈശോയുടെ വർത്തമാനം. ഇന്ന് ഈശോയ്ക്ക് മറ്റൊരു കാര്യം ഈശോയ്ക്ക് സഹിച്ചില്ല. കാരണം കുറെ പ്രവാചകന്മാരെ ദൈവം അയച്ചു. ആ പ്രവാചകന്മാരെല്ലാം ഇവരുടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞു. ആ ഒരു കൃഷിസ്ഥലത്തേക്ക് കുറെ കൃഷിക്കാരെ അയച്ചില്ലേ, അവരെ കൊന്നുകളഞ്ഞ കഥ അറിയാമല്ലോ. എന്നിട്ട് തൻ്റെ പുത്രനെ അയക്കും, പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് പുത്രനെ യജമാനെ അയക്കും. പക്ഷെ പുത്രനെയും കൊന്നുകളഞ്ഞു. കാരണം പുത്രനെ കൊന്നാൽ അവകാശം മുഴുവൻ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഒരു സംഭവമാണിത്. അപ്പോൾ ഇവർക്ക് മനസ്സിൽ വിഷമമുണ്ട്, ഈ മക്കൾക്ക് വിഷമമുണ്ട്. അപ്പന്മാർ ദൈവമയച്ച പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞത് ഈ മക്കൾക്ക് ഇത്തിരി സങ്കടമുണ്ട്. ആ സങ്കടം അവർ പരിഹരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പ്രവാചകന്മാരുടെ ഓർമ്മയ്ക്കായി സ്മാരകം പണിതു. പ്രവാചകന്മാരെ അയച്ച ദൈവം തന്നെയാണ് ഈശോയെ അയച്ചത്. ഈശോയെ ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ സെയിം കുറ്റം തന്നെയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാക്കന്മാർ പ്രവാചകന്മാരെ അംഗീകരിച്ചില്ല. അതുപോലെ മക്കള് അവസാനം അയച്ച പുത്രനെ അംഗീകരിക്കുന്നില്ല. പുത്രൻ ചെയ്ത ഒരു അത്ഭുതത്തെ വെച്ച് പിടിച്ചു തൂങ്ങി ഇവനെതിരെ, ഈശോയ്ക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുകയാണ്. അതാണ്. എന്നിട്ട് ഈ സുവിശേഷം അവസാനിക്കുമ്പോൾ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും ഫരിസയരും കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. അവൻ പറയുന്നതിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു. ഇത് അവർ നന്നാകിയല്ല. ഇത് ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഈശോ നിങ്ങൾക്കാരാ പ്രിയ മക്കളെ? ഈശോ നിങ്ങൾക്കാരാ? വെറുതെ ഒരു ദൈവസങ്കല്പമാണോ? ഞാൻ ഇന്ന് നമ്മൾ വിശുദ്ധ മർഗരീത്ത മറിയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോഴും മർഗരീത്ത മറിയം ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചയാളാണ്. പക്ഷെ എപ്പോഴോ ലോകത്തിൻ്റെ അരൂപി കയറി വന്നു. ഇങ്ങനെ മോശമായ വസ്ത്രമൊക്കെ ധരിച്ച് പാട്ടുപാടാനും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി ഈ വിശുദ്ധ. അങ്ങനെ വീട്ടിൽ വന്ന വസ്ത്രം മാറുമ്പോഴും മുറിവേറ്റ ഈശോ മുറിവേറ്റ ശരീരവുമായി നിൽക്കുന്ന ഈശോ പ്രത്യക്ഷപ്പെട്ടു. മകളെ നീ എന്നെ സങ്കടപ്പെടുത്തി. അങ്ങനെ കയറി വന്നതാ ഈ വിശുദ്ധ. അത്ര പൂർണ്ണമായിട്ടും പരിപൂർണ വിശുദ്ധമായ ജീവിതം അങ്ങനെ അതിലൂടെ കടന്നുപോയ ആളൊന്നുമല്ല. വളരെ മോശകരമായ അപകട അവസ്ഥകളിലൂടെയൊക്കെ പോയിട്ടുണ്ട്, ദൈവസ്നേഹം ഇല്ലാതെ പോയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത് വിശുദ്ധയെ തൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം
പ്രചരിപ്പിക്കുന്നവളാക്കി മാറ്റി. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഈ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കുമ്പസാര ശുശ്രൂഷ കഴിഞ്ഞിങ്ങനെ പോകുമ്പോഴും അവിടെ നമ്മുടെ സെൽഫി പോയിന്റിൽ കർത്താവിൻ്റെ രൂപം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഒരു വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു വർഷമൊന്നും ആയിട്ടില്ല. പക്ഷേ അത് നിറയെ അഴുക്കായി, പെയിൻ്റൊക്കെ പോയി. ആളുകൾ ഒരു തമാശ കണക്കാണ്. ഒരു വശത്തിരുന്ന്, അതായത് ഈശോയുടെ നമ്മളിവിടെ മുൻപിൽ നിന്ന് കാണുമ്പോൾ വലതുവശത്തിരുന്ന്, ഈശോയുടെ നമ്മൾ മുൻപിൽ നിന്ന് പറയുമ്പോൾ വലതുവശത്ത് നിന്ന് അവിടെ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ ഒരാളിരുന്ന് ഫോട്ടോ എടുക്കുക, അതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്, സെൽഫി പോയിന്റ്. പക്ഷേ ഈശോയെ വെച്ചവർ കളിക്കുക, തമാശ കളിക്കുക. ചില ആളുകൾ കെട്ടിപ്പിടിക്കുന്നു, ചില ആളുകൾ താഴെ ഇരിക്കുന്നു, ഈശോയുടെ മുട്ടുകാലിലേക്ക് തലചാരി വെക്കുന്നു, കൈവയ്ക്കുന്നു. ഇപ്പുറത്തിരിക്കാനുള്ള സ്ഥലമില്ല, ഇപ്പുറത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലേ വിത്ത് ജീസസ്. ദേ ആർ പ്ലേയിങ് വിത്ത് ജീസസ്. ഈശോയെ ഒരു സീരിയസ് ആയിട്ട് കാണുന്നേ ഇല്ല. യഥാർത്ഥത്തിലുള്ള ഈശോയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലോ, യഥാർത്ഥത്തിലുള്ള ഈശോയാണ് അവിടെ ഇരിക്കുന്നത്. കുറേ പേരെങ്കിലും വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ പോയിരുന്ന ഈശോയോട് സംസാരിക്കുക, എൻ്റെ ഈശോയെ, എനിക്ക് എൻ്റെ മകന് കല്യാണം നടക്കുന്നില്ല ഈശോയെ, എൻ്റെ കുടുംബത്തിൽ കുഞ്ഞില്ല ഈശോയെ, കടബാധിതാണ് ഈശോയെ, എന്നൊന്ന് കേൾക്കണേ ഈശോയെ. ചില അമ്മമാരിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, വർത്തമാനം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ചൊരു അകലം പാലിച്ച്. അത് അത്രയും ഭവ്യതയോടുകൂടെ. ഈശോയെ തമാശയായി കാണരുത്. ഈശോ ഒരു അത്ഭുതം ചെയ്തപ്പോൾ അത്ഭുതമായിട്ട് കണ്ടവരും മറ്റുള്ളവർ ഈശോയെ വെച്ച് ഓരോന്ന് പറഞ്ഞ് ഈശോയെ കുറ്റം വിധിച്ച് ഈശോയെ ഒരു തമാശയായിട്ട് കാണുകയാണ്. മറ്റൊരു കാര്യം ഞാൻ കണ്ടതാണ്. ഞാനിങ്ങനെ വരുമ്പോഴും കുറച്ച് പേരും ഒരു 4 പേര് മുട്ടിന് നിരങ്ങൽ ആരംഭിച്ചു. 4 പേര് മുട്ടിന് നിരങ്ങ് ആരംഭിച്ചു. ഒരാൾ മുൻപിൽ നടന്നിട്ട് അവരുടെ വീഡിയോ പിടിക്കുന്നു. ഇതാണോ പരിഹാരം? ഇതാണോ പരിഹാരം? ഞാൻ അവരുടെ ഐഡൻറ്റിറ്റി ഞാൻ പറയുന്നില്ല, എനിക്ക് വിഷമം തോന്നി. 4 പേര് മുട്ടിന് നിരങ്ങുന്നു, ആരംഭിച്ചു, മുട്ടിന് നിരന്നു, ഒരാൾ വീഡിയോ പിടിക്കുന്നു. ഇതാണോ ഞാൻ ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്തെന്ന് കാണിക്കലാണോ? ഈശോയ്ക്കത് തൃപ്തിയായിട്ടുണ്ടാവോ? ഈശോയ്ക്കത് തൃപ്തിയായിട്ടുണ്ടാവോ? അതാണ്, ഈശോയെ സങ്കടപ്പെടുത്തല്ലേ, ഈശോയെ സങ്കടപ്പെടുത്തല്ലേ. ഇന്നത്തെ 1-ാം വായനയിലും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ, വായിച്ചയാൾ ആരെന്നുള്ള വിശ്വാസം കൂടാതെ എന്ന് തെറ്റിച്ച് വായിച്ചു. ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി സൗജന്യമായി ലഭിക്കുന്നതാണ് ഈ രക്ഷ. സൗജന്യമായി ലഭിക്കുന്ന രക്ഷ. ഒരു വിലയില്ല. സൗജന്യമായി കിട്ടിയത് കൊണ്ടാണോ? സൗജന്യമായി കിട്ടിയത് കൊണ്ടാണോ? ഒരു വിലയും കൊടുത്തിട്ടില്ല. കുംഭസാരത്തിന് കാശ് കൊടുക്കണ്ട, കുർബാന സ്വീകരണത്തിന് കാശ് കൊടുക്കണ്ട. കാശ് കൊടുത്തുള്ള ദുരാചാരങ്ങൾ ചെയ്യുന്നു, 100, 150 കൊടുത്ത് ദുരാചാരങ്ങൾ ചെയ്യുന്നു, വിചാരിക്കുന്നു അത് ചെയ്താൽ ഈശോ പ്രീതിപ്പെടുന്നു. പക്ഷേ ഈശോ തരുന്ന പാപമോചനം, കുർബാന, ഒരു കാശും കൊടുക്കണ്ട, അതിനൊരു വിലയില്ല. അതാണ് അത്. അമ്മ വീട്ടിലെ കഷ്ടപ്പെട്ട് അമ്മയുടെ പറ്റുന്ന വിധത്തിൽ അമ്മ ഒരു ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ മക്കൾക്ക് അത് വിലയില്ല. ഹോട്ടലിലെ ഭക്ഷണം, ഹോട്ടലിലെ ബിരിയാണിയാണ് ടേസ്റ്റ്, അമ്മയുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ ഈശോ ദൈവത്തെ സങ്കടപ്പെടുത്തിയോ? ദൈവം സങ്കടപ്പെട്ടിട്ടുണ്ട്. തൻ്റെ മകൻ, എൻ്റെ മകൻ, പ്രിയപ്പെട്ട മകൻ ഇങ്ങനെ വെന്തുരുകി ഇങ്ങനെ കീറിമുറിഞ്ഞ് മരിക്കുമ്പോൾ പിതാവിന് സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ദൈവത്തെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ ദൈവത്തിന് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അതാണ്, മറിയവും ഈശോയും ദൈവത്തെ സങ്കടപ്പെടുത്തിയിട്ടില്ല, പിതാവായ ദൈവത്തെ സങ്കടപ്പെടുത്തിയിട്ടില്ല. അവർ ഏറ്റെടുത്ത ഈ സഹനം, ഹൃദയത്തിലൂടെ വാൾ കടന്നുപോയ പരിശുദ്ധ മറിയം, കുരിശുമരണം ഏറ്റെടുത്ത ഈശോ, ഇവരുടെ ഈ സഹനം ദൈവത്തിന് വേണ്ടി, മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇവർ ഏറ്റെടുത്ത സഹനം കണ്ടിട്ട് ദൈവത്തിന് സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ ദൈവത്തിന് സങ്കടമുണ്ട്. ഈശോയെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ ദൈവത്തിന് സങ്കടം ഉണ്ടാകുന്നുണ്ട്. ദൈവത്തെ സങ്കടപ്പെടുത്തല്ലേ, ദൈവത്തെ സങ്കടപ്പെടുത്തല്ലേ, ദൈവത്തോട് കൂടുതൽ അടുക്ക്. എന്താണ് ഈശോ? ഈശോ നിങ്ങൾക്കൊരു ദൈവസങ്കല്പം മാത്രമാണോ? നിങ്ങളുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു വസ്തു മാത്രമാണോ ഈശോ? ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. നമുക്ക് വേണ്ടി മരിച്ച, സൗജന്യമായി രക്ഷ നൽകിയ ദൈവപുത്രനാണ് ഈശോ. നമുക്കത് കൂടുതൽ അനുഭവവേദ്യമാകട്ടെ. ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച ഈ വിശുദ്ധിയോടൊപ്പം ഞങ്ങളെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച്
ഒരു തിന്മയും ബാധിക്കാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേകണം. ഇങ്ങനെ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്നിട്ട് ആ സംരക്ഷണ വലയത്തെ കേടുപാട് വരുത്താവോ? മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, അക്ഷരം പ്രതി ആ കിട്ടിയ ഈശോയെ പൊന്നുപോലെ കൊണ്ടു നടന്ന് ആ കുരിശൻ ചുവട്ട് നിന്ന് ആ ശരീരം മടിയിലേക്ക് ഭവ്യതയോടെ ഏറ്റുവാങ്ങി. അങ്ങനെ മറിയം ഈശോയെ സ്നേഹിച്ചതുപോലെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് ദൈവം. പക്ഷേ സംരക്ഷണ വലയം ഭേദിച്ചോ തകർത്തോ പുറത്ത് കിടന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈശോയ്ക്ക് സങ്കടമാകിയാലും ഈ ഗർഭപാത്രത്തിൽ കിടന്ന് കുഞ്ഞ് ഇങ്ങനെ കുതികാലുയർത്തി അമ്മയുടെ വയറ് തള്ളി വേദനിപ്പിക്കുന്ന പോലെ ഈ സംരക്ഷണ വലയത്തിൽ കിടന്ന് മക്കൾ കുതറി കർത്താവിനെ വേദനിപ്പിക്കുകയാണ്. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞാൻ വരുന്നു എൻ ജീവിതം എന്നും യാഗമേക അൾത്താരമണ്ണിലിടുന്നു എൻ ജീവനേ എൻ ജീവനാഥ കാഴ്ചയിതാ ഞാൻ വരുന്നു എൻ ജീവിതം എന്നും യാഗമേക പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ വാജ്യമായ സ്നേഹം കടാക്ഷിക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്ന അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിജിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
കുരിശിൽ ഉയർത്തപ്പെട്ട അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹത്താൽ തന്നെ നൽകുകയും സഭയുടെ കൂദാശകൾ നിർഗളിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നീരുറവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാനം ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞു മറയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധ മർഗരീത്ത മറിയത്തോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന്
അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവകുഞ്ഞാണി എൺകളിൽ കണ്ണിനമ്പയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദൈവകുഞ്ഞാണി ഞങ്ങളിൽ കണ്ണിനമ്പയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവകുഞ്ഞാണി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേയും ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയത് പോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.